എല്ലാ വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്നൊരു ചൊല്ല് ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇങ്ങനെല്ലാം പ്രധാനികൾ പലരുണ്ടെങ്കിലും ഇപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടവർ ആരാണ്? ഇപ്പം ഇവിടെ വന്നുപോയ 76 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിവുറ്റ ജനപ്രതിബദ്ധതയാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നമ്മുടെ 76 സ്ഥാനാർത്ഥികൾ അവർ കോർപ്പറേഷൻ വാർഡ് പ്രതിനിധികളാകാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ അംഗീകാരം തേടാൻ വേണ്ടി ഈ കൺവെൻഷനെ തുടർന്ന് കൂടുതൽ ചടുലമായ പ്രവർത്തനങ്ങളുമായി ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. പ്രതീക്ഷയുടെ, ആവേശത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ ഈ നിമിഷത്തിൽ നിങ്ങൾക്കൊപ്പം പങ്കുചേരാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം ആഹ്ലാദമുണ്ട്. കൊച്ചി കോർപ്പറേഷൻ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് ചെയ്തു എന്നതും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമാണ്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ചെയ്യുമെന്ന് പറഞ്ഞത് സത്യസന്ധമായി നിർവഹിച്ചവരാണ് ഇപ്പോൾ ചുമതല ഒഴുകുന്ന കോർപ്പറേഷൻ നേതൃത്വം, അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വം എന്നതുകൊണ്ട് ഇവരിനി വീണ്ടും ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറയുന്നത് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണല്ലോ എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, വോട്ടർമാർ, മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം. ഞാനും സ്വാഭാവികമായും പൊതുവിൽ കൊച്ചി കോർപ്പറേഷനിലും മറ്റു സ്ഥലങ്ങളിലും എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഇങ്ങനെ നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ചിലത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നീടാണ് ഞാൻ ആലോചിക്കുന്നത്, എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൊച്ചി കോർപ്പറേഷൻ ചെയ്തത് എന്നറിയുന്നവരും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നതിൽ കോർപ്പറേഷന്റെ ഒപ്പം പങ്കാളികളായവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. അവരോട് ഞാനിനി ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ബഷീർ ബുക്ക് സ്റ്റാളൊക്കെ നടത്തിയിട്ടുണ്ട് ബോട്ടിയെട്ടിയിൽ. അദ്ദേഹം ആരെങ്കിലും കണ്ടാൽ, പ്രസിദ്ധമാണ്, വല്ലതും കഴിച്ചോ എന്നാണ് ആദ്യം ചോദിക്കുക. ഇബ്രാഹിം വേങ്ങര എന്ന പ്രസിദ്ധനായ ഒരു നാടകൃത്തിനെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിവുണ്ടാവും. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയപ്പോ ഇന്നത്തെ ചെന്നൈയിൽ വെച്ച്, അന്നത്തെ മദ്രാസിയിൽ വെച്ച് AKG പാവങ്ങളുടെ പടത്തലവനായ സഹാബ് AK ഗോപാലനെ മുൻ പരിചയമൊന്നുമില്ലാതെ ആദ്യമായിട്ട് കണ്ടു. വിശന്ന് വലഞ്ഞാണ് ചെല്ലുന്നത്, കഷ്ടപ്പെട്ട് ചെല്ലുകയാണ്. സഹാബ് AKG ഇബ്രാഹിം വേങ്ങരയോട് ആദ്യം ചോദിച്ചതും നിങ്ങളെല്ലാം കഴിച്ചോ? പട്ടിണിയാണ് എന്നുള്ളത് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. ഇത് ഞാൻ പറയാൻ കാരണം, എങ്ങനെ ഒരു ജനകീയ ഭരണ സംവിധാനത്തിന്, കൊച്ചി കോർപ്പറേഷന് വിശക്കുന്ന മനുഷ്യൻ ഈ നഗരത്തിൽ വിശപ്പ് സഹിച്ച് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് ശമനമുണ്ടാക്കണം, അവസാനം കുറിക്കണമെന്ന് ചിന്തിച്ച് ഭാവനാപൂർണമായി നടപ്പാക്കാം എന്നുള്ളതിൻ്റെ, ഭാവനാപൂർണമായി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ സമൃദ്ധമായ ഒരു തെളിവാണ് കൊച്ചി കോർപ്പറേഷൻ നടപ്പിലായി കഴിഞ്ഞ സമൃദ്ധി എന്ന് പറയുന്ന നിങ്ങളുടെ
പ്രസ്ഥാനം. വിശപ്പില്ലാത്ത ഒരു നഗരത്തെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഈ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ. യഥാർത്ഥത്തിൽ തീവ്ര ദാരിദ്ര്യമുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയത് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ തീവ്ര ദാരിദ്ര്യമുക്തമായ കേരളം സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്. നമ്മുടെ അജണ്ടയിൽ വരേണ്ട ഒരു കാര്യമാണ്. വിശപ്പില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന് കൊച്ചി സമൃദ്ധിയിലൂടെ മാതൃക കാണിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ സാക്ഷരത ഞാൻ ഓർക്കുന്നുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം 1991 നടന്നത് കോഴിക്കോട് വെച്ചാണ്. ചേലക്കോടൻ ഐഷുമ്മയാണ് മലപ്പുറത്തുകാരി, 65 വയസ്സുള്ള ഐഷുമ്മയാണ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് എറണാകുളം ജില്ലയാണ്. സമ്പൂർണ്ണ സാക്ഷരത ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. അന്നത്തെ കളക്ടർ രാജൻ അല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം വന്നിരുന്നു. ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത്. അവിടെ നിന്നാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരമാകാനുള്ള പദ്ധതിയുമായിട്ട് പോയത്. ഇത്രയും ഞാൻ പറഞ്ഞത്, വിശപ്പില്ലാത്തവരുടെ നഗരമായി എറണാകുളത്തെ മാറ്റാൻ കഴിഞ്ഞ കരുത്തുറ്റ ഇവിടുത്തെ കോർപ്പറേഷനും കോർപ്പറേഷനോടൊപ്പം നിന്ന ജനങ്ങളും നമ്മളോട് പറയുന്നത്, അസാധ്യമെന്ന് തോന്നാവുന്ന കടമകൾ, ജനജീവിതവുമായി ബന്ധപ്പെട്ട കടമകൾ ഏറ്റെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് കീഴിൽ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അണിനിരക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത അതിന് ഉദാഹരണമാണ്. തീവ്ര ദാരിദ്ര്യമുക്തമായി കേരളം മാറിയത് അതിന് ഉദാഹരണമാണ്. വിദ്യുത് ശക്തി കണക്ഷൻ ആവശ്യപ്പെട്ടവർക്ക് മുഴുവൻ വിദ്യുത് ശക്തി കണക്ഷൻ കൊടുത്തുകൊണ്ട്, അപ്പൊ ഞാൻ MLA ആയിട്ട് കുണ്ട്രയിൽ MLA ആയിട്ടിരിക്കുന്ന സമയമാണ്. കുണ്ട്ര സമ്പൂർണ്ണ വിദ്യുത് ശക്തി വിതരണം ഉറപ്പാക്കിയ ആദ്യത്തെ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു. AK ബാലനായിരുന്നു അന്ന് വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രി. ഇന്ന് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം സാക്ഷാത്കരിച്ച സംസ്ഥാനമായി മാറുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കടമകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതത്വമുള്ളതാക്കാൻ, ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുതലാളിത്ത സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയുടെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ മാത്രമായിട്ടൊരു സോഷ്യലിസം നടപ്പാക്കലെന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ നിറഞ്ഞ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി കേരളം ഒരു സംസ്ഥാനമായി നിൽക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടും സഹകരണത്തോടും കൂടി മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത നേട്ടങ്ങൾ എങ്ങനെ കൈവരിക്കാൻ സാധിക്കും എന്ന് കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 57 EMS ഗവൺമെന്റ് മുതൽ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനോ ദീർഘമായി നിങ്ങളോട് സംസാരിക്കാനോ ഞാൻ ഒരുമ്പെടുന്നില്ല. നമ്മുടെ സ്ഥാനാർത്ഥികളെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരുമാണ് സ്ഥാനാർത്ഥികൾ എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ഇനി പ്രവർത്തന രംഗത്ത് ഇറങ്ങേണ്ടത്. സ്ഥാനാർത്ഥികളെ പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കേണ്ടി വരും. ഒരു വാർഡിൽ LDF-ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുള്ളൂ. അതിൽ CPIM-ന്റെ സ്ഥാനാർത്ഥികളുണ്ട്, CPI-യുടെ സ്ഥാനാർത്ഥികളുണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, ബാക്കി LDF-ലെ ഘടക പാർട്ടികളുടെ എല്ലാ സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷെ ആ ഓരോ സ്ഥാനാർത്ഥികളും നമ്മൾ ഓരോരുത്തരുമാണ് എന്ന നിലയിൽ, നമ്മൾ ഓരോരുത്തരുമാണ് സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഈ കോർപ്പറേഷൻ അതിർത്തിയിലെ LDF-ന്റെ എല്ലാ പ്രവർത്തകരും സജീവമായി തുടർന്നുള്ള ദിവസങ്ങളിൽ അണിനിരക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ആദ്യമായി ഞാൻ പങ്കുവെക്കുന്നത്.
ഇതിനിടയിൽ നമുക്കറിയാം ചില ഈ കോർപ്പറേഷൻ അതിർത്തിയിൽ ചില പുകച്ചിലുകൾ ഉണ്ടായില്ലേ, ചില പുകപടലങ്ങൾ ഉയർന്നു അല്ലേ. നമ്മൾ LDF വസ്തുതകളായിട്ട് കാണുന്നവരാണ്. ബ്രഹ്മപുരത്തെ സ്ഥിതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്കറിയാം. അതെന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു, അതിന്റെ പശ്ചാത്തലം എന്താണ്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇന്നെന്താ അവിടുത്തെ സ്ഥിതി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ ജനങ്ങൾക്ക് ചെന്നിരിക്കാനും ഉല്ലസിക്കാനും എല്ലാം കഴിയുന്ന വിശ്രമ കേന്ദ്രവും പൂന്തോട്ടവും മറ്റു കാര്യങ്ങളുമായിട്ട് അത് മാറുകയാണ്. ഇതിവിടെ മാത്രമല്ല, എറണാകുളത്ത് മാത്രമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ ഉള്ള പ്രശ്നങ്ങളോ പുതുതായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ അതോരോന്നും ശാസ്ത്രീയമായി പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നില്ലെന്ന് വരും. ഒരു പരിപാടി പങ്കെടുത്ത് വരുമ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകർ എന്നെ വന്ന് പോയിട്ട് ചോദിച്ചു, പലതും ചോദിച്ച കൂട്ടത്തിൽ ശബരിമലയിലെ കാര്യം, എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഭക്തജന പ്രവാഹം അവിടെ ഉണ്ടായി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ ശബരിമലയുടെ പ്രാതിനിധ്യം ബാബൻ സ്വാമിയെ കണ്ടിട്ടാണ് അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നത് തുടങ്ങി നമുക്ക് അഭിമാനിക്കാവുന്ന മതമൈത്രിയുടെ സൗഹാർദ്ദത്തിന്റെ ഒരുപാട് സന്ദേശങ്ങളുണ്ട് തത്വമസിക്ക് പുറമെ ശബരിമലയിൽ നിന്ന്. അതുകൊണ്ടാണ് അത്തരം വിശ്വാസികളുടെ ശബരിമലയിലേക്ക് പ്രവഹിക്കുന്ന ഭക്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരെ സഹകരിപ്പിച്ചുകൊണ്ട് ഭക്തി നിർഭരമായി ശബരിമലയിൽ ഒത്തുകൂടുന്ന അയ്യപ്പ ഭക്തരുടെ സംഗമം അതെങ്ങനെയെല്ലാം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലയിൽ ആലോചിക്കാൻ അയ്യപ്പ സംഗമം കൂടി നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇത്തവണ വന്നു. വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ശബരിമല കാര്യങ്ങൾ നോക്കുന്ന ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം അത് പാർട്ടികളുടെ ഏതെങ്കിലും നേതാക്കന്മാരെ അവിടെ, പാർട്ടിയുടെ പ്രാപ്തിയുള്ള നേതാക്കന്മാരെ അവിടെ പോയി പ്രവർത്തിച്ചാലും ദോഷമില്ല. പക്ഷെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഭരണപരിചയമുള്ള മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാറിനെ ആണ് നമുക്കെല്ലാം അറിയാം അവിടെ പ്രസിഡന്റ് ചുമതലയേൽപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ. സാധ്യമായ വിധത്തിൽ ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും അതിനുള്ള ശ്രമം തുടരും. അപ്പൊ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസം പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ട് ഇടപെടുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചു പോകുന്നത്. ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സൗകര്യം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജനങ്ങൾക്ക് അർഹതയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ കോർപ്പറേഷൻ അതിർത്തികളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഈ സംവിധാനം ലഭ്യമാക്കുകയാണ്. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട സേവനങ്ങൾ അതിൽ എന്തെങ്കിലും കാലതാമസവും മറ്റും ഉണ്ടാവുന്നത് സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാൻ വളരെ ധീരമായ ഒരു നിയമനിർമ്മാണം തന്നെ ഇപ്പോൾ നടത്തി. നിങ്ങൾക്കറിയാമോ?
ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനുള്ള ക്രമീകരണം, അങ്ങനെ സമയബന്ധിതമായി ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കിയില്ല എന്ന പരാതി വന്നാൽ അത് പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് 10,000 രൂപ വരെ പിഴ ശിക്ഷ ഇടുന്നതിനടക്കം വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമം കേരളത്തിൽ പാസ്സാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? അവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ പാലിച്ചോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ 10 വർഷം പൂർത്തിയാക്കി. ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പൊ പൊതുവായി കുറേയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുറന്നു നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സത്യസന്ധമായി കാര്യങ്ങൾ പരിശോധിക്കുന്നവർക്ക് തിരിച്ചറിയാവുന്ന കാര്യം, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൻ്റെ നാനാമുഖമായ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ചാൽ ആവർത്തിക്കപ്പെട്ട ശൈലിയാണെങ്കിൽ പോലും വസ്തുതാപരമായി നോക്കിയാൽ താരതമ്യങ്ങളില്ലാത്ത വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് മാത്രം ഞാൻ പറയാം, കൂടുതൽ പറയുന്നില്ല, അധികം സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ രാജീവ് വന്ന സ്ഥിതിക്ക് എനിക്ക് ഇനി നിർത്താവുന്നതാണ്. അതുവരെയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. 2011 മുതൽ 2016 വരെയുള്ള UDF ഗവൺമെന്റ് ഇല്ലേ, വർഷമൊക്കെ പറയുമ്പം തെറ്റുണ്ട്. അതാണ് 2011 ഞാനെല്ലാം പ്രസിഡന്റ് രംഗത്ത് നിന്ന് മാറിയത്, 2006. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കായി ആ 5 വർഷക്കാലം വിതരണം ചെയ്തത്, 5 വർഷമായി വിതരണം ചെയ്തത് 30,000 കോടി രൂപയാണ്. 2011 മുതൽ 2016 വരെ. അതിനുശേഷം LDF ഗവൺമെന്റ് വന്നു. ആ LDF ഗവൺമെന്റ് എടുക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും പുതുത് ഇപ്പോഴത്താണല്ലോ എടുക്കേണ്ടത്. രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് 2016 മുതൽ 2021 മുതൽ, ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റാണ് പിന്നെ 16 തൊട്ട് 21 വരെ. രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് 2021 മുതൽ ഇപ്പോൾ 5 പൂർത്തിയായി 26 കടക്കാൻ പോവുകയാണ്. ഈ കാലയളവിൽ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ കൊടുത്തത്, വിതരണം ചെയ്തത് 70,000 കോടി രൂപയാണ്. മറ്റെത്രയായിരുന്നു? 30,000 കോടിയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തതിന്റെ ഇരട്ടിയല്ല, ഇരട്ടിയിലും അധികമാണ്. 70,000 കോടി രൂപയാണ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി വിതരണം ചെയ്തത്. അപ്പം UDF ഗവൺമെന്റ് എങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളെ കാണുന്നത്, LDF ഗവൺമെന്റ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് ഇതിനേക്കാൾ വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്നെല്ലാം നടന്നു എന്നുള്ളത് നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. ഇനി ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വ്യത്യസ്ത തലങ്ങളിൽ ജനങ്ങൾ വിജയിപ്പിക്കുന്ന ഓരോ ഇടത്തും, ഗ്രാമപഞ്ചായത്താകട്ടെ, ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, നഗരസഭയാകട്ടെ, കോർപ്പറേഷനാകട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഓരോ തലങ്ങളിലും LDF ജനങ്ങളുടെ അംഗീകാരം നേടി ഭരണ നേതൃത്വത്തിൽ വന്നാൽ അതാതിടങ്ങളിൽ ചെയ്യും എന്ന്
മാനിഫെസ്റ്റോയിലൂടെ ഓരോ തലത്തിലും എന്തെല്ലാം കാര്യങ്ങളാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ എത്രത്തോളം നിർവഹിക്കപ്പെടുന്നു എന്നത് സമയബന്ധിതമായി പ്രവൃത്തി പുരോഗതിയുടെ റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സംസ്ഥാന ഭരണകാര്യത്തിൽ ചെയ്ത ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ടുകൾ. ഓരോ വിഷയവും എടുത്ത് നൽകിയ വാഗ്ദാനമെന്ത്, അതിൽ എത്രമാത്രം സാക്ഷാത്കരിച്ചു, എത്രമാത്രം നിർവഹിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നുപോയ 76 സ്ഥാനാർത്ഥികൾ, അവർക്ക് ഈ നഗരത്തിന്റെ ഹൃദയാംഗീകാരം ലഭിച്ച് പുതിയ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ഇച്ഛയനുസരിച്ച്, ജനങ്ങളുടെ തീരുമാനമനുസരിച്ച് നിലവിൽ വരികയാണെങ്കിൽ ആ കോർപ്പറേഷന്റെ പ്രവൃത്തി, നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും സമയബന്ധിതമായി എങ്ങനെ നടപ്പാക്കപ്പെടുന്നു എന്നതിൻ്റെ പുരോഗതി റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ പൊതുമണ്ഡലത്തിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും, പ്രകാശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ചെയ്ത പ്രവൃത്തികൾ സംസാരിക്കുന്നുണ്ട്. ഈ കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച കോർപ്പറേഷൻ ഭരണ നേതൃത്വം ചെയ്ത കാര്യങ്ങൾ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ ഗുണമേന്മ എത്രയുണ്ടെന്നറിയാൻ ഈ യോഗം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സമൃദ്ധി റെസ്റ്റോറൻറ്റിലേക്കാണ്. നിങ്ങൾ പലരും അവിടെ പോകും. അങ്ങനെ നമ്മൾ തൊട്ട് രുചി അറിയണം. എന്തൊക്കെ ഇവിടെ ചെയ്തു, അതിന്റെ പ്രയോജനം എന്ത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടും. സതീശൻ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റും കോർപ്പറേഷനും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബൃഹത് പദ്ധതി 3700 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കപ്പെട്ടതിൻ്റെ അഭിമാനകരമായ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമാണ് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെന്ന ബോധത്തിൽ നമ്മൾ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം. സ്ഥാനാർത്ഥികളും പാർട്ടികളും സംഘടനാ സംവിധാനവും എല്ലാം അത് ചെയ്യേണ്ട ചുമതലകൾ ഏറ്റെടുക്കും, നിർവഹിക്കും എന്നു മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട്, ഈ വികസനവും ജനക്ഷേമവും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രമാത്രം പ്രധാനമാണോ അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ഈ നാട് ഉറച്ചു നിൽക്കണമെന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അത് കൂടുതൽ വിശദമായി നമ്മൾ പറയേണ്ടതില്ല. പക്ഷെ രാഷ്ട്രീയം മറ്റ് രണ്ട് മുന്നണികളുടെയും, ആ രണ്ട് മുന്നണികളും പലപ്പോഴും രണ്ടല്ല ഒന്നായി പരിണമിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ കടന്നാൽ ചിലപ്പോൾ നീണ്ടുപോകും. പക്ഷെ ഞാൻ ഒന്ന് ഓർമ്മിക്കാം, ഈ ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് എൻ്റെ സുഹൃത്ത് ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം ഇടയ്ക്കൊക്കെ CPM മാർക്സിസ്റ്റ്. ഇപ്പൊ PM ശ്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ, PM ശ്രീ പ്രശ്നം LDF ഗവൺമെന്റ് ഒരു ഉപസമിതിക്ക് വിട്ടിരിക്കുകയാണ്, അവർ പരിശോധിക്കും, അതുവരെ അത് പിന്നെ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോവില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണ്. അതല്ല, ഉടനെ തട്ടിവിടുന്ന എന്താണ്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ശ്രീ KC വേണുഗോപാലും എല്ലാം ഇത് CPM-ഉം BJP-യും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള അന്തർധാരയാണ്. നമ്മൾ ഓർക്കുന്നില്ലേ, ഈ PM ശ്രീ വന്നപ്പോൾ ഒന്നാമതായി ഒപ്പിട്ടത് കോൺഗ്രസിന്റെ രാജസ്ഥാനിലെ ഗവൺമെന്റാണ്. ഇതെല്ലാം അറിയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്കൂളുകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു ഭാഗവും കേരളത്തിൽ PM-ശ്രീ എന്ന് പണം വാങ്ങിച്ച് നടപ്പാക്കാനില്ല. PM-ശ്രീ തൊട്ട് ഇവിടെ നടപ്പാക്കുന്നതിനുള്ള PM-ശ്രീയുടെ കാലാവധി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു അധ്യയന വർഷമാണിതുള്ളത്. അപ്പം ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചു കോൺഗ്രസ്സുകാർ. എന്താ, CPM-ന് മറ്റെന്തോ ഉദ്ദേശമുണ്ട്, അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മൾ അതിന്റെ ചർച്ചയിലേക്ക് പോകണ്ട. പക്ഷേ ഇത് ഒന്നാമത്തെ ദിവസം മുതൽ നടപ്പാക്കുന്നവരാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ. രാജസ്ഥാൻ ഗവൺമെന്റ് മുതൽ മാത്രമാണോ? ഇവർ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൺമുമ്പിൽ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. കേരള നിയമസഭയിൽ BJPക്ക് അതിൻ്റെ ഒരു നേതാവ് അംഗമായിട്ട് വന്നത് എങ്ങനെയാണ്? പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നുള്ളത് ഇപ്പോൾ സഹാക്കൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലും അടിസ്ഥാനരഹിതങ്ങളായ ആക്ഷേപങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും എതിരായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുമ്പോൾ ചിലരെങ്കിലും ആശയക്കുഴപ്പത്തിൽ പെടാമെന്നുള്ളത് കൊണ്ട് പറയുകയാണ്, തിരുവനന്തപുരത്ത് നേമം അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് ഒരു BJP MLA കേരള നിയമസഭയിലേക്ക് വന്നത്. അദ്ദേഹം വരാൻ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടും ഭൂരിപക്ഷവും 5 വർഷം മുമ്പ് നേമത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിൽ വന്ന കുറവും രണ്ടും തുല്യമാണ്. അത് മാത്രം നോക്കിയാൽ മതി. പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ. എന്താ പ്രഖ്യാപിച്ചതെന്നെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ പ്രയോഗം വളരെ പ്രസിദ്ധമാണ്. BJPക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റി, ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കാൻ പോവുകയാണ്. ആ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് സഖാവ് V. ശിവൻകുട്ടി. ഇപ്പം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾക്ക് വിധേയനാകുന്ന വ്യക്തി. BJP അനുകൂലമായ ഒരു പരിപാടി ഗവർണറുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ ഗവർണർ വർഗീയ പരിപാടി പൊതു സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്നു, പ്രോട്ടോകോൾ ലംഘിക്കുന്നു, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ചിറങ്ങിപ്പോയ ആളാണ് സഖാവ് ശിവൻകുട്ടി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ നേതൃത്വമായ CPIM-നും പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിക്കും വർഗീയതയോടുള്ള എതിർപ്പ് എത്രമാത്രം അടിസ്ഥാനപരമാണ്, അത് വേണ്ട സ്ഥലത്ത് വേണ്ടത്ര ദൃഢമായി അറുത്തു മുറിച്ച് പ്രകടിപ്പിക്കാനുള്ള ശേഷി CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടെന്ന് അന്ന് ഗവർണറുടെ ആ ചടങ്ങിൽ വെച്ച് കണ്ടതല്ലേ, ഗവർണറുടെ സാന്നിധ്യത്തിലല്ലേ. ഗവർണർമാരൊക്കെ അവകാശപ്പെട്ടത് പ്ലഷർ, ഗവർണറുടെ പ്ലഷറിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നാണ് വെപ്പ്. മുമ്പിരുന്ന ഗവർണർ ചില സമയത്ത് പറഞ്ഞു, എൻ്റെ പ്ലഷർ ഞാൻ പിൻവലിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ബാലഗോപാലിന്റെ പ്ലഷറാണ് അദ്ദേഹം പിൻവലിച്ചത്. ഒരു ചുക്കും നടക്കില്ല. അപ്പൊ വർഗീയത ഇവിടെ നടപ്പാക്കാൻ വരുന്ന RSS-ന്റെയും BJP-യുടെയും പ്രതിനിധികളായി മാറുന്ന ഗവർണർമാരുടെ നിലപാടിനായിട്ട് പൊരുതിക്കൊണ്ടല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസും UDF-ഉം നേമത്ത് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് കണക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ വോട്ടും. ഇപ്പൊ ലോക്സഭയിലേക്ക് ഒരാളുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയായതുകൊണ്ട് അദ്ദേഹത്തോടു കൂടി, സ്റ്റേറ്റാണ് പ്രതിപക്ഷ നേതാവിന്റെ, അതുകൊണ്ട് പറയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് അന്തർധാര BJP-യുമായിട്ട്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റല്ലേ തൃശ്ശൂർ സീറ്റ് അല്ലേ? TN പ്രതാപനായിരുന്നില്ലേ അവിടെ നിന്നുള്ള ലോക്സഭാ മെമ്പർ? ആ സീറ്റിൽ എങ്ങനെ BJP-കാരൻ ജയിച്ചു? പ്രതിപക്ഷ നേതാവ് മറുപടി പറയണം. ഈ അന്തർധാരയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ആ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 5 വർഷം മുമ്പ് കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് വർദ്ധിച്ചു. പിന്നെ എവിടെ വോട്ട് കുറഞ്ഞത്? കോൺഗ്രസിന്റെ വോട്ടാണ് കുറഞ്ഞത്. എത്ര വോട്ട് കുറഞ്ഞു?
എത്ര വോട്ട് കുറഞ്ഞോ അത്രയും വോട്ടാണ് തൃശ്ശൂരിൽ ജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. ഇത് കണക്ക് കൂട്ടാൻ അറിയുന്ന ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്നതല്ലേ? ഇങ്ങനെ നഗ്നമായി തൊട്ടടുത്ത നാളുകളിൽ ഇവരുമായിട്ട് കൂടി. ഇതിനേക്കാളും പ്രസിദ്ധമായത് ഉണ്ട്. അത് 2 സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത്. അതേതാ? നിങ്ങൾക്കറിയാം, ഞാൻ പറയാം. വടകര ബേപ്പൂർ മോഡൽ. വടകര പാർലമെന്റ് മണ്ഡലവും ബേപ്പൂർ നിയമസഭാ മണ്ഡലവും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കോൺഗ്രസ്സുകാരെ ഇതൊന്നും ഞങ്ങൾ ആരും മറന്നുപോയിട്ടില്ല. കേരളത്തിന് പുറത്ത് BJPയും കോൺഗ്രസും ഒക്കെ ശണ്ട കൂടുന്ന ഭാവം കാണിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിങ്ങൾ ഒത്തുകൂടുന്നു. മാത്രമല്ല RSSന്റെ ഒരു ന്യൂനപക്ഷ പതിപ്പുണ്ട്. അറിയല്ലോ, സഖാവ് അഭിമന്യുവിനെ കൊന്നവർ വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ചതിന്റെ പേരിൽ മഹാരാജാസ് കോളേജിലെ SFIയുടെ ധീരനായ നേതാവ് സഖാവ് അഭിമന്യുവിനെ വകവരുത്തിയ ന്യൂനപക്ഷ വർഗീയ തീവ്രവാദം അത് RSSന്റെ മറ്റേ പതിപ്പാണ്. അവരുമായി നിങ്ങൾ കൂടിയാലോചന നടത്തുകയല്ലേ? അവരുമായി കോൺഗ്രസ് കൂടിയാലോചന നടത്തുന്നത് ഈ ന്യൂനപക്ഷ തീവ്രവാദ പ്രവർത്തനം കോൺഗ്രസിന്റെ കൂടി ചില സ്ഥലത്ത് ലീഗിന്റെ കൂടി അനുഗ്രഹാശിസുകളോടുകൂടി ന്യൂനപക്ഷ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുന്നതും RSSന് വളരെ ഇഷ്ടമാണ്. കാരണം അവരുടെ തീവ്രവാദ പ്രവർത്തനത്തിന് ന്യായീകരണം കിട്ടുകയാണ്. അവർ കണ്ടില്ലേ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്? ഡൽഹിയിൽ നടന്നു ദാരുണമായ സംഭവം, ബോംബ് സ്ഫോടനം. CPIM ആദ്യം തന്നെ അപലപിച്ചല്ലോ അതിനെ. കോൺഗ്രസ് എന്തെങ്കിലും അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാതരം വർഗീയതകൾക്കുമെതിരായി അടിയുറച്ച നിലപാടെടുക്കുകയാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. സമൂഹത്തിൽ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്നു. മതസൗഹാർദ്ദത്തിന്റെ ശക്തികളാണ്, മതനിരപേക്ഷതയുടെ ശക്തികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ്. പ്രകാശ് രാജിനെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ പല ചടങ്ങുകളിലും വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിൽ വന്നാലേ പറ്റൂ. അരുന്ധതി റോയിയെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. DYFIയുടെ നേതൃത്വത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മട്ടാഞ്ചേരിയിൽ ഇവിടെ വെച്ചാണ് പറഞ്ഞത്. അങ്ങനൊരു കേരളം, ആ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് രാഷ്ട്രീയ ശക്തികളാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സമൃദ്ധിയും ബ്രഹ്മപുരവും വികസനവും 1600 ക്ഷേമ പെൻഷൻ 2000 ഉയർത്തി അത് 2 മാസത്തത് 3600 കിട്ടുന്നതും 31 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് പിങ്ക് മഞ്ഞക്കാർഡ് കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം കിട്ടുന്ന പുതിയ പദ്ധതി. ചെറുപ്പക്കാർക്ക് 18-നും 35-നും ഇടയിൽ അവർക്ക് അവരുടെ സ്കില്ല് അവരുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് പ്രതിമാസം 1000 രൂപ കൊടുക്കുന്ന പദ്ധതി. അങ്ങനെയുള്ള പുതിയ പദ്ധതികൾ, പഴയ ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിക്കൽ. കോർപ്പറേഷൻ ചെയ്തത് വിശപ്പില്ലാത്ത നഗരമാക്കി എറണാകുളത്തെ മാറ്റിയത്. തീവ്ര ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറ്റിയത്. ഈ നേട്ടങ്ങൾക്കെല്ലാം ഒപ്പം വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഇവിടെ ജീവിക്കാൻ കഴിയണം. വർഗീയത ഇവിടെ വളരാൻ പാടില്ല. മതവിശ്വാസമാകാം, മതനിരപേക്ഷ ജീവിതമാകാം, പക്ഷെ മതത്തെ രക്തച്ചൊരിച്ചിലിന് ദുരുപയോഗപ്പെടുത്തിക്കൂടാ. അതിന് മുതിരുന്നവരാണ് RSSകാരും RSSന്റെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന
ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധികളെന്ന് പറയുന്നവരും അവർക്കെതിരെ ജാഗ്രത പാലിക്കാനുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി ഓരോ തെരഞ്ഞെടുപ്പിനെയും നമുക്ക് മാറ്റാൻ കഴിയണം. വർഗീയതയെ നമ്മൾ തെരഞ്ഞെടുത്തുകൂടാ, വർഗീയതയുമായി സഹകരിക്കുന്നവരെ നമ്മൾ തെരഞ്ഞെടുത്തുകൂടാ. മതനിരപേക്ഷ പുരോഗമന ശക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കാൻ അത് ആവശ്യമാണ്. നമ്മുടെ ഭാവി ജീവിതം ക്ഷേമകരമായിരിക്കാനും അത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് 76 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയരായ നേതാക്കന്മാർ, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള നേതാക്കന്മാർ, സത്യസന്ധമായി സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുന്ന നേതാക്കന്മാർ, അവരെ വിജയിപ്പിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ഇനിയുള്ള സമയം മുഴുവൻ പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.